ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമ്മൾ പുറത്തുനിന്നൊക്കെ പോയിട്ട് എപ്പോഴും നമ്മൾ വളരെ വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ പിസ്സയാണ്. ഇന്ന് ഞാനൊരു ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട്, പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റായിട്ട് അടിപൊളി പിസ്സ എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എല്ലാം വീട്ടിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിട്ടുള്ളത് പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ടാണ്. ഇനി പിസ്സ സോസ് നിങ്ങൾക്ക് പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിസ്സ സോസ് അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. പിസ്സ സോസ് ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് വാങ്ങിച്ചു വെക്കുന്ന പിസ്സ സോസിനേക്കാൾ നമ്മൾ വീട്ടിൽ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഒരു തക്കാളി, 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി എടുക്കുമ്പോൾ ഇതിങ്ങനെ 4 കട്ടിട്ട് വെക്കുക. അതുപോലെ തന്നെ ഈ സെൻറ്റർ പോർഷൻ റിമൂവ് ചെയ്ത് കളയാം. ഇത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ തൊലി ഇങ്ങനെ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. 2 തക്കാളി 3 തക്കാളി നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മാക്സിമം നന്നായി പഴുത്ത നല്ല കളറുള്ള തക്കാളി നോക്കി എടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സബോളയാണ്. ആ സബോള നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മൂക്കൊക്കെ ചെത്തി കളഞ്ഞ് എടുക്കുക, നടുമുറിച്ചെടുക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയാണ്. അപ്പോൾ അതിന് എരിവുണ്ടാവില്ല. അപ്പോൾ പക്ഷേ എൻ്റെ കാശ്മീരി റെഡ് ചില്ലിക്ക് ഇപ്രാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ സീഡൊക്കെ കളഞ്ഞ് എൻ്റെ തൊലി മാത്രമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എരിവുണ്ടോ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഒരു 4-5 എല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ എല്ലി വെളുത്തുള്ളി ഇത്തിരി വലുപ്പമുള്ളതാണ് കേട്ടോ. അത് അങ്ങനെ കയ്യിലുള്ള വെളുത്തുള്ളിയുടെ അനുസരിച്ച് എടുക്കുക. ഒരു 5-6 എല്ലി എടുക്കുക. ഇതെല്ലാം കൂടി നമ്മൾ കുക്കറിലിട്ടിട്ട് അതിൻ്റെ നിരപ്പ് വെള്ളം ഒഴിച്ച് നമ്മളൊരു 2 വിസിൽ കൊടുക്കുക. 2 വിസിൽ കൊടുത്ത് തീ ഓഫ് ചെയ്തിട്ടിട്ട് തുറക്കുമ്പോൾ നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ ചുളുങ്ങി വന്നിട്ടുണ്ടാവും. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക, വെള്ളം റിമൂവ് ചെയ്തിട്ട്. അത് ചൂടാറുമ്പോൾ തൊലിയൊക്കെ റിമൂവ് ചെയ്യുക ഈ തക്കാളിയുടെ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ മതി. റിമൂവ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഇത് വേവിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും വെന്ത് കഴിഞ്ഞു. 2 വിസിൽ ഞാൻ കൊടുത്തു. അപ്പോൾ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. സബോള, വെളുത്തുള്ളി, നമ്മുടെ റെഡ് ചില്ലി, കാശ്മീരി റെഡ് ചില്ലി അതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി തീരെ എരിവില്ലാത്ത മുളകാണെങ്കിൽ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ സാധാരണ എരിവുള്ള വറ്റൽമുളകും കൂടി 2 ചേർക്കുക. ഒരുപാട് ചേർക്കണ്ട, കാരണം തക്കാളിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എരിവ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പുറത്തോട്ട് വരും. അപ്പോൾ അത്ര എരിവ് ആവശ്യമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് അതുപോലെ ഇടാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തൊലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ അളന്ന് പോരണം. നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ടത് കൊണ്ട് പെട്ടെന്ന് തൊലിയൊക്കെ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ അത് കിട്ടും. അപ്പോൾ അത് വേഗം തന്നെ അത് റിമൂവ് ചെയ്തതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. തക്കാളിയുടെയും സബോളയുടെയും വെള്ളത്തിൽ തന്നെ ഇത് അരഞ്ഞ് കിട്ടിക്കോളും. പേസ്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് എങ്ങനെയാണെങ്കിൽ സോസ് ഉണ്ടാക്കുക നോക്കാം. ഇത് വേറെ രീതിയിൽ നമ്മൾ സോസ് ഉണ്ടാക്കാറുണ്ട്. തക്കാളി മാത്രം ഇതുപോലെ തിളപ്പിച്ച് വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ച് തൊലിയെടുത്ത് കളഞ്ഞ് പിന്നെ സബോളയും വെളുത്തുള്ളിയൊക്കെ നന്നായി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വഴറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയാലും സോസ് ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഈ അരച്ചതിന് ശേഷം സോസ് ആക്കുന്നതെന്ന് അരച്ചെടുത്തിട്ട് ഞാൻ വരാം. ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പിസ്സ സോസിന് വേണ്ടിയിട്ടുള്ള തക്കാളിയും മുളകും വെളുത്തുള്ളിയും സബോളയും കൂട്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചത് നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം ആ തക്കാളിയുടെയും സബോളയുടെയും വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഇനിയാണ് നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഒരു പണിയില്ല, വളരെ എളുപ്പമാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അതാണ് നമുക്ക് നല്ലത്. എപ്പോഴും പിസ്സ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ കുറച്ച് ഒലിവ് ഓയിൽ ഉണ്ടാവും, നല്ലതാണ്. നമ്മളിതിന് ഡോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ അപ്പോൾ അതിന് ഒലിവ് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും പിസ്സ ഡോക്ക്. അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒലിവ് ഓയിൽ ഒഴിക്കുക സോസിലോട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കട്ടെ. നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. ഇത്രയും വലിയ പാനിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ ക്യാമറയിൽ കുറച്ചും കൂടി നന്നായിട്ട് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ എപ്പോഴും എടുക്കുമ്പോൾ ചെറിയൊരു കുഴിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ ടൊമാറ്റോ പേസ്റ്റ് അങ്ങനെ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് ഇങ്ങ് പൊട്ടിത്തെറിക്കാൻ വരും. ബബിൾസ് വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ കിച്ചൺ മുഴുവനും അഴുക്കാവും. അപ്പോൾ അതിന് നല്ലത് നമുക്ക് എപ്പോഴും ഇത്തിരി ഒരു കുഴിയുള്ളൊരു പാത്രം എടുക്കുന്നതാണ് കേട്ടോ. ഈ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളൊരു കാശ്മീരി റെഡ് ചില്ലി ചേർത്തത് കൊണ്ട് കൂടിയാണ് ഇത്തിരി നല്ല കളറിൽ വന്നിരിക്കുന്നത് കേട്ടോ. ടൊമാറ്റോൻ്റെ കളർ മാത്രമായാലും ഇങ്ങനെ കളർ വരില്ല. ഇപ്പോൾ തന്നെ അതിങ്ങനെ ബബിൾസ് പോലെ പൊട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. ചട്ടി നന്നായി ചൂടായിട്ടിരിക്കുമല്ലോ. ഇത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കാം. തക്കാളി ഓൾറെഡി വെന്തതാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു സ്മെല്ല് ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി സംഭവങ്ങളൊന്ന് ചേർക്കാൻ. നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമ്മളതിലോട്ട് ഒറിഗാനോ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഒറിഗാനോ പീസ് ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഒരു ടീസ്പൂണില്ല, ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ മുകളിലോട്ട് തെറിക്കുന്നുണ്ട്. ഇതിപ്പോൾ വലിയ പാത്രം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കിച്ചണിൻ്റെ വോളിലൊക്കെ നിറച്ച് ഇങ്ങനെ ആവും. അപ്പോൾ നമുക്കിത്തിരി വലിയ പാത്രം എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഒറിഗാനോ നമ്മൾ ഇനിയും ചേർക്കും. അപ്പോൾ ഒറിഗാനോ തൽക്കാലം ഞാനിപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ഒന്നും ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരണം. ഒരുപാട് ടൈറ്റായി പോരുത്. ഒരുപാട് ടൈറ്റായാൽ അത് നമ്മൾ ഈവനിങ് എടുക്കുമ്പോഴേക്കും ഒന്നും കൂടി ടൈറ്റ് ആവും. ടൈറ്റ്നെസ് കൂടി കഴിഞ്ഞാൽ നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ജാമിൻ്റെ പരുവത്തിലാണ് എടുക്കേണ്ടത്. നമുക്ക് പിസയുടെ ഡോ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ പരത്തിയതിന് ശേഷം മുകളിൽ ആദ്യം തന്നെ പിസ്സ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മതി ഇട്ടാൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. ഒന്ന് ചേർത്ത് കൊടുത്ത് പിന്നെയും ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം നമ്മുടെ 1 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കും. ആദ്യം നമ്മുടെ സോസ് ഒന്ന് വായിൽ വെച്ച് നോക്കുക പുളി എങ്ങനെയാണെന്ന്. ചില തക്കാളി ഭയങ്കര പുളിയായിരിക്കും കേട്ടോ. അങ്ങനത്തെ തക്കാളി ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടൊമാറ്റോ ഇത് കെച്ചപ്പ് ചേർത്ത് കൊടുക്കരുത്. കെച്ചപ്പോ സോസോ ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇതിലിപ്പോൾ എൻ്റെ തക്കാളിക്ക് വലിയ പുളിയില്ല. അധികം പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ ചിലപ്പോൾ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ആദ്യം വായിൽ വെച്ച് നോക്കുക. പുളി സോസിന് നല്ലതുപോലെ പുളി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ടൊമാറ്റോ സോസ് സ്കിപ്പ് ചെയ്യുക, അത് ചേർക്കണ്ട. അപ്പം ഞാൻ ആദ്യം വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് എരിവും പുളിയൊക്കെ പാകത്തിന് തന്നെയാണ്. അപ്പം എൻ്റെ പുളിയൊക്കെ പാകത്തിനായി. അതുപോലെ നിങ്ങൾ എരിവും നോക്കാം. എരിവ് നോക്കി നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ എരിവുള്ള നല്ല പൊടിമുളക് പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവ് കറക്റ്റ് ആവും. അപ്പോൾ എനിക്കെല്ലാം ഉണ്ട്. ഒരുപാട് എരിവ് ആവശ്യമില്ല നമുക്ക് പിസ്സ സോസിൽ. നന്നായിട്ട് ഇളക്കുക. കുറച്ചും കൂടി ഇന്ന് ആവാനുണ്ട്. തീരെ വെള്ളം പോലെ ആവരുത്. കുറച്ചും കൂടി ഒന്ന് കുറുകണം. എന്ന് വെച്ചാൽ ഒരുപാട് കുറുകരുത്. ഒരുപാട് കുറുകിയാൽ നമുക്ക് പിന്നെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ലസാനിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് അത് കണ്ടിട്ടുണ്ട്. അത് കണ്ടവർക്കറിയാം. അതിലൊരു റെഡ് സോസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ സെയിം സംഭവം തന്നെ നമുക്ക് പിസ്സ സോസായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സബോളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ്. പക്ഷേ ഇത് നമുക്ക് ഇത്തിരി ഈസി മെത്തേഡാണ്. അപ്പോൾ നമുക്ക് പിന്നെ അത് വഴറ്റാനും അരിയാനൊന്നും നിൽക്കണ്ട. എല്ലാം കൂടി കുക്കറിൽ വിസിൽ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അരച്ചെടുത്താലും മതി. അത് ഏതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത്, എളുപ്പം തോന്നുന്നെങ്കിൽ അതുപോലെ ചെയ്യാം. രണ്ടായാലും നല്ലതാണ്. ഈ മറ്റേ ലസാനിയുടെ സോസ് ആണെങ്കിൽ സബോളയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇങ്ങനെ അതിലിങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. ഇതെല്ലാം നമ്മൾ മഷി പോലെ അരച്ചെടുക്കും. അത്രയും വ്യത്യാസമുള്ളൂ. ഇത്രയും വലിയ പാത്രമായിട്ടും ഇവിടെയൊക്കെ ചെറുതായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, പൊട്ടിത്തെറിച്ച്. അപ്പോൾ എപ്പോഴും എല്ലാവരും വലിയ പാത്രം എടുക്കുക, കുഴിയുള്ള പാത്രം എടുക്കുക, പരന്ന പാത്രം എടുക്കരുത്. അപ്പോൾ ഒരുവിധം അങ്ങ് ടൈറ്റായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നിട്ടൊന്ന് തിളക്കട്ടെ. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ ചേർക്കേണ്ടത് ഇതിലോട്ട് ഞാൻ കുറച്ച് മിക്സഡ് ഹെർബാണ് ചേർക്കുന്നത്. നമ്മൾ പിസ്സ സീസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ലാ ഹെർബുകളും ഉണ്ടാവും ഇതിൽ. തൈമും റോസ്മേരി, പാസ്ലി, ഒറിഗാനോ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്താൽ നമ്മുടെ പിസ്സ സോസ് നല്ല മണമായിരിക്കും പിസ്സ സോസിന്. അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. ഇപ്പം സോസ് അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ തീ നന്നായി കുറച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് കുറച്ച് വിനീഗറാണ്. കുറച്ച് വിനീഗർ ഒഴിച്ചെടുക്കുക. 1 ടീസ്പൂൺ വിനീഗർ. അതൊക്കെ നിങ്ങളുടെ പുളി നോക്കുക. ചിലപ്പോൾ ചില തക്കാളിക്ക് പഴുത്താലും നല്ല പുളി ഉണ്ടാവും. അങ്ങനെ നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ അതിലോട്ട് ഇതൊന്നും ചേർക്കണ്ട. ടൊമാറ്റോ സോസും ചേർക്കണ്ട, വിനീഗറും ചേർക്കണ്ട. പുളി നോക്കിയിട്ട് ചേർത്താൽ മതി. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾ സോസ് മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ നോക്കുക എരിവുണ്ടോന്ന്. എരിവ് കുറവാണെങ്കിൽ ആ സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ എനിക്കിതൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചേർക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാം.
തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ചേർക്കുന്നത് ഒരു ചീസിൻ്റെ ഷീറ്റാണ് കേട്ടോ. അത് ഇതിലോട്ട് ഇടുക. അപ്പോൾ അത് അവിടെ കിടന്നങ്ങ് മെൽറ്റ് ആയിക്കോളും. തീ ഓഫ് ചെയ്തു. ആ ചൂടി കിടന്നത് മെൽറ്റാവും. ഇനി ചീസിൻ്റെ ഷീറ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൊസറല്ല ചീസോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യാൻ പാകത്തിന് ചീസ് ക്യൂബോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ചീസ് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല റെഡ് കളറിൽ സോസ് ഇരിക്കുന്നുണ്ട്. ഈ സോസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ സമയമില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഈ സംഭവം കൂടി സ്കിപ്പ് ചെയ്താൽ മതി. ഈ സോസ് നമുക്ക് പിസ്സയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് ബാക്കി ഉണ്ടായെന്ന് വെച്ച് ടെൻഷൻ അടിക്കണ്ട. വല്ലപ്പോഴും പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ചേർക്കാം. എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം, പുറത്ത് വെക്കരുത്. ഒരു 2-3 ഡേയ്സ് വരെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമുണ്ടാവാൻ വഴിയില്ല. പക്ഷേ ഫ്രിഡ്ജ് എപ്പോഴും ഓണാണെന്ന് ഉറപ്പ് വരുത്തണം. കറണ്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഫ്രിഡ്ജ് എന്തെങ്കിലും ആവശ്യത്തിന് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ കേടായിപ്പോകും. കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡിയായി. ചിക്കൻ മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് പിസ്സയുടെ ഡോ ആണ് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ പിസ്സയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മാരിനേഷൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു നമ്മുടെ തന്തൂരി ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ ടിക്ക ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചിക്കനാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെസ്റ്റേൺ സ്റ്റൈലിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് വറക്കണമെങ്കിൽ ഞാൻ അത് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്തത്. ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ചിക്കന് പകരം ബീഫ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പ്രോൺസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഫോ യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള സംഭവത്തിൻ്റെ പിസ്സ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി വേറെ ടൈപ്പ് പിസ്സ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാം. ഇതിപ്പോൾ ഞാൻ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ആ ചിക്കൻ ഒരു 300 ഗ്രാം ചിക്കൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കുറച്ചുകൂടി ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈരിടുക. നമ്മളിനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ എത്ര ചിക്കൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഇത് നമ്മുടെ ക്യൂമിൻ പൗഡറാണ് കേട്ടോ. ക്യൂമിൻ പൗഡറാണ് ഞാൻ എടുത്ത് ഇട്ട് കൊടുക്കുന്നത്. നല്ല ചെറിയ ജീരകം പൊടിച്ചത്. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിലൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 ടീസ്പൂൺ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മുടെ ചതച്ച മുളക്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നിങ്ങൾ ഇടുന്ന മുളക് പൊടിയുടെ എരിവ് കൂടുതലാണെങ്കിൽ ഇടണ്ട. അല്ലെങ്കിൽ എരിവ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇടണ്ട. ഞാനിതിപ്പോൾ എനിക്ക് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടുന്നത്. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ടിക്കയുടെയും തന്തൂരിയുടെ ഒക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് നമ്മുടെ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. അത് ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്താൽ ഭയങ്കര സ്മെല്ലായി പോകും കേട്ടോ. അപ്പോൾ നമുക്കത് എല്ലാവർക്കും അതിൻ്റെ സ്മെല്ല് ഇഷ്ടാവില്ല. കുറച്ചൊക്കെ ചേർക്കുമ്പോൾ കുഴപ്പമില്ല. ഒരുപാട് ചേർക്കുമ്പോൾ സ്മെല്ല് നമുക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കസ്തൂരി മേത്തി ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അതും ഒരുപാട് ചേർക്കണ്ട. ഒരു കയ്യിലിടുന്നുള്ളിലെടുത്തിട്ട് ചേർത്താൽ മതി. ഇത് നമ്മുടെ ഗരം മസാലയാണ്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഇതിലോട്ട് ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത്. ഗാർലിക് പൗഡർ നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പക്ഷേ നമ്മളെപ്പോഴും ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൗഡർ ഫോമിൽ ചേർത്ത് കഴിഞ്ഞാലേ നമുക്കത് കുറച്ചും കൂടി അത് കരിഞ്ഞ് പിടിക്കാതെയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇത് ജിഞ്ചർ പൗഡറാണ്. ഇതിങ്ങനെ പൗഡർ ഫോമിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചതച്ചെടുക്കുന്നതിനാണ് കൂടുതൽ സ്മെല്ല് വരിക. പക്ഷേ ഇതിങ്ങനെ പിസ്സയിലൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതിങ്ങനെ കരിഞ്ഞ് പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നത്. ജിഞ്ചർ പൗഡർ ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് നാരങ്ങയുടെ നീരാണ്. നാരങ്ങ നീരാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നാരങ്ങ നിങ്ങളുടെ കയ്യിലില്ല ആ സമയത്ത് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടീസ്പൂണോ 2 ടീസ്പൂൺ അങ്ങനെയും നമ്മുടെ ചൊറുക്ക ചേർത്ത് കൊടുക്കുക. വിനീഗർ ചേർത്ത് കൊടുക്കുക. നല്ല ഒരു പുളി വരാനായിട്ടാണ്. ഇനി ഇതിലോട്ട് നമ്മുടെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയല്ല കേട്ടോ. ഇത് ഞാൻ ചേർക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുക. ഇത് പിസ്സയൊന്നും ഉണ്ടാക്കുമ്പോൾ ആരും വെളിച്ചെണ്ണയിലൊന്നും യൂസ് ചെയ്യരുത്. അത് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ആ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് ഞാൻ നല്ല പേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം വറുക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിടാം. ചിക്കൻ എടുത്തിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 300 ഗ്രാം ചിക്കനാണ്. ബോൺലെസ് ആണ്. ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മളിതിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ നമുക്കപ്പോൾ അതൊന്ന് ചെറുതാക്കിയാൽ മതി ഫ്രൈ ആയതിനു ശേഷം. നന്നായിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് പിടിക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിനിമം ഒരു 1 hour നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ 1 hour അല്ല, ഇതിപ്പോൾ ഇവിടെ രാവിലെ 8:30 ഒക്കെ ആയിട്ടുള്ളൂ. എനിക്ക് നൈറ്റ് ഡിന്നറിനാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 8 hours ഒക്കെ എനിക്ക് ഇതിങ്ങനെ മാരിനേറ്റഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ എത്രയും സമയം മാരിനേറ്റ് ചെയ്യണോ അത്രയും നല്ലതാണ്. ഒരു നൈറ്റ് ഫുൾ ഇരിക്കുകയാണെങ്കിൽ അത് അതിനൊക്കെ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ചിക്കനിൽ ഒരു തരി പോലും വെള്ളം ഉണ്ടാവരുത്. നന്നായിട്ട് വെള്ളം അരിപ്പയിലൂടെ വാർത്തതിന് ശേഷം മാത്രമേ ചിക്കൻ അതിലോട്ട് ഇടാൻ പാടുള്ളൂ. ഇനി പിന്നെ ഈ മാരിനേഷൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര വാട്ടറി ആയിട്ട് ഉണ്ടാക്കരുത്. നല്ല പേസ്റ്റ് പരുവത്തിൽ ഉണ്ടാക്കി തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായാലും അതിന് വെള്ളം ഊർന്ന് വന്ന് നമ്മുടെ മസാലയൊക്കെ വെള്ളത്തിൽ പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ നിന്ന് റാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കവർ ചെയ്ത് എങ്ങനെയും കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ആ ടൈം ആകുമ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യോ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യോ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മാരിനേഷൻ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലൊരു മാരിനേഷനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കാണാം. ഇപ്പം നമ്മളിനി പിസ്സയുടെ ഡോ ഉണ്ടാക്കാൻ പോവാണ്. പിസ്സയുടെ മാവ് കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കപ്പ് വെച്ചിട്ട് ഇതാ 1 കപ്പ്, അതുപോലത്തെ 2 കപ്പ്. ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന കപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗ്ലാസ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും എടുക്കാം. അപ്പോൾ അതിനിപ്പോൾ പ്രത്യേകിച്ചൊരു അളവൊന്നും ഒന്നിനും നമുക്ക് കൊടുക്കാനില്ല. വെള്ളമൊക്കെ നമ്മൾ പാകത്തിനെടുത്ത് ഒഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് മതി, അങ്ങനെ 1 കപ്പ് എടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് സംഭവങ്ങൾ ചേർക്കണം. അതെന്തൊക്കെയാണെന്ന് കാണിക്കാം. ആദ്യം നമ്മൾ ഈ മാവിലോട്ട് കുറച്ച് മിക്സഡ് ഹെർബ് ഇടുന്നുണ്ട് കേട്ടോ. മിക്സഡ് ഹെർബ് ഓപ്ഷണലാണ്. മിക്സഡ് ഹെർബ് വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ മാത്രം ചേർത്താൽ മതി. ഞാൻ മിക്സഡ് ഹെർബ് മാത്രമല്ല ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഒറിഗാനോ എനിക്ക് അതിൻ്റെയൊക്കെ സ്മെല്ല് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി. അപ്പം നമ്മുടെ മാവിന് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർക്കുന്നത്. ഇതൊരു 1/2 ഗ്ലാസ് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം. ഇതിപ്പോൾ എടുത്ത ആ കപ്പ് ഇതിൻ്റെ ഒരു 1 കപ്പാണ്. അപ്പോൾ അതിന് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ലൂക്ക് വോം വാട്ടറാണ്, അതായത് നമ്മുടെ ഇളം ചൂടുവെള്ളം. നമുക്ക് ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാനാണ്. എൻ്റെ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഫെർമെൻറ്റ് ചെയ്യുമെന്ന് വേണം, ഡയറക്റ്റ് ഇടാം. പക്ഷേ നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ പറയുന്നതാണ്. സാധാരണഗതിയിൽ വളരെ ചെറിയ തരികളുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെള്ളത്തിലിടണം നിർബന്ധമില്ല, ഡയറക്റ്റ് പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ എന്തായാലും നമ്മൾ പഞ്ചസാര നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. പഞ്ചസാര നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതൊന്ന് അലിഞ്ഞു കിട്ടാനായിട്ട്. അപ്പോൾ പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ട് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇടുമ്പോൾ ഒരിക്കലും വളരെ ചൂടുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി ഇടരുത്. അപ്പോൾ ഈസ്റ്റൊക്കെ ഡീആക്ടിവേറ്റ് ആവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കഷ്ടിയാണ് ഞാൻ ഇടുന്നത് ഈസ്റ്റ്. കാരണം എൻ്റെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരുന്നതായതുകൊണ്ട് ഞാൻ ഒരുപാട് ഇടുന്നില്ല. അത് മതി നിങ്ങളുടെ ഈസ്റ്റിൻ്റെ അനുസരിച്ച്. പിന്നെ നല്ല വലിയ ഉണ്ട പോലിരിക്കുന്ന ഈസ്റ്റ് ആണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഇങ്ങനെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി നമ്മളതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്, വൈറ്റ് ഷുഗർ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷുഗർ നിങ്ങൾക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഞാനിതിങ്ങനെ പൊങ്ങാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യാറില്ല. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാറ്. കാരണം എൻ്റെ ഈസ്റ്റ് ഓൾറെഡി പൊങ്ങും. എന്നാലും നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതിലൊരു ചേഞ്ച് വരും. ഇതിനെങ്ങനെ അതിന് ശേഷം നമുക്കിത് നമ്മുടെ മാവിലോട്ട് ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ഇത് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. ഇനി നമ്മുടെ ഈ എടുത്ത് വെച്ചിട്ടുള്ള മാവിലോട്ട് ഇതങ്ങനെ നേരെ ഒഴിക്കുക. ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് വൃത്തിയായിട്ട് എടുക്കുക. ഇത് ഈ വെള്ളം എന്തായാലും ഇതിലധികമാവില്ല. ഇനി വേണമെങ്കിൽ വേറെ വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിത് ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആരും തന്നെ നമ്മുടെ കയ്യിലാക്കുന്നില്ല. നമ്മൾ ഏത് മാവ് കുഴയ്ക്കുമ്പോഴും നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഒഴിക്കുന്ന ഓയിൽ ഒലീവ് ഓയിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ പേടിക്കണ്ട. നമുക്ക് ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാതിരുന്നാൽ മതി. നല്ലെണ്ണ, വെളിച്ചെണ്ണ അതൊന്നും ഒഴിക്കരുത്. നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഒഴിക്കുമ്പോൾ നല്ലെണ്ണ ഒഴിക്കില്ലേ, അതൊന്നും ഒഴിക്കരുത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ ഒഴിക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമ്മളിത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ നമ്മുടെ പിസ്സയുടെ മാവ് നന്നായി കുഴച്ച് വെച്ച് നല്ല സോഫ്റ്റായിട്ട് സംഭവം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കഴിയുമ്പോഴേക്കും ഡ്രൈ ആയിട്ട് കുഴക്കുക. ചെറുതായിട്ടൊരു വെറ്റായിട്ട് കുഴക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ
നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ യൂസ് ചെയ്ത് ആ ഓയിൽ തന്നെ ഒന്ന് തടവി വയ്ക്കാൻ ഒലിവ് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്തെങ്കിലും പാത്രം വെച്ച് മൂടി വയ്ക്കുകയോ അല്ലെങ്കിൽ റാപ്പ് ചെയ്ത് വെക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ സൈസ് ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് വരും. നമ്മുടെ ഈസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ വീർത്ത് വരും. അത് 1 മണിക്കൂറൊക്കെ മതി എനിക്ക് ഇവിടെ വീർക്കാനായിട്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോയപ്പോൾ ഇത് ഡബിൾ സൈസ് ആകുമ്പോൾ നമുക്ക് പിസയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. എനിക്ക് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കാം. നമ്മൾ ഓൾറെഡി സോസ് ഉണ്ടാക്കി വെച്ചു, പിന്നെ ഡോ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്യണം, അതും റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് പിസ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓവൻ ഉള്ളവരാണെങ്കിൽ ഓവനിൽ വെച്ച് ഗ്രിൽ ചെയ്യാം, അല്ലെങ്കിൽ പാനിൽ വെച്ച് നമ്മൾ ടിക്കറ്റ് ഉണ്ടാക്കുന്നവർ ബട്ടർ ഇട്ടിട്ട് ഗ്രിൽ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ നേരെ ഷാലോ ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഞാൻ ഇത്തിരി വലിയ പീസുകളായിട്ടാണ് ചിക്കൻ മുറിച്ചിട്ടുള്ളത്, നിങ്ങൾ കണ്ടു. അപ്പോൾ അത് നമുക്ക് പിസ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് അത് രണ്ടാക്കിയൊക്കെ മുറിക്കാം ഫ്രൈ ആയതിന് ശേഷം. കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പാകത്തിൻ്റെ വലിപ്പത്തിൽ മുറിച്ചെടുത്താലും മതി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഇളം തീയിലിട്ടിട്ടാണ് ഞാൻ വറുത്ത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കരിഞ്ഞ് ഉള്ളിൽ വേവില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചേർക്കുന്ന വെജിറ്റബിൾസ് ക്യാപ്സിക്കം, സബോള, നമ്മുടെ ഒലീവ്സ്. ക്യാപ്സിക്കം ഞാൻ റെഡ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 3 കളർ മിക്സ് ചെയ്തെടുക്കാം. സബോള ഞാനിത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. ഭയങ്കര കനം കുറച്ചിട്ടും നല്ല അരിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണെങ്കിൽ സ്ക്വയർ പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ. നമ്മൾ ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയുന്നത് പോലെ നല്ല സ്ക്വയർ പീസിൽ അരിയാം, അതിന് കുഴപ്പമില്ല. ഇത് നമ്മുടെ ഒലീവ്സ് ആണ്. ഒലീവ്സ് ഞാനത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ വേണമെങ്കിൽ നമുക്ക് കോൺ യൂസ് ചെയ്യാം, പൈനാപ്പിൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫ്രൂട്ടായിട്ട് ഒരു ചെറിയൊരു മധുരിപ്പ് ഉണ്ടായിരിക്കും. പൈനാപ്പിൾ സാധാരണ നമ്മൾ വെജിറ്റബിൾ പിസ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇടുക. വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതിൻ്റെ മധുരവും പുളിയും കൂടി ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾക്കിതിൽ കോമൺലി യൂസ് ചെയ്യുന്ന, നമ്മൾ പിസ്സ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ജലാപ്പീനോ. ജലാപ്പീനോ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല, കഴിഞ്ഞിരിക്കുകയാണ്. ജലാപ്പീനോ എന്ന് വെച്ചാൽ ഒരു വലിയ നീളം കൂടിയിട്ടുള്ളൊരു മുളകാണ്. അത് ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് വരുന്ന പിക്കിൾഡായിട്ട് വരുന്ന സംഭവം. നല്ല ടേസ്റ്റാണ്, നല്ല പുളിയും ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലും തരും നമ്മുടെ പിസയ്ക്ക്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരുവിധം പിസയിലൊക്കെ ഈ ജലാപ്പീനോ ഉണ്ടാവും. അതുണ്ടെങ്കിൽ അത് നല്ല ഇങ്ങനെ വട്ടത്തിൽ ചെരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ജലാപ്പീനോ ഇല്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇനി ഇങ്ങനെയാണ് നമുക്ക് ഒലീവ്സ് കിട്ടാത്തവർ. ഒലീവ് നമുക്ക് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇപ്പോൾ അതായത് ബ്ലാക്കോ അല്ലെങ്കിൽ ഗ്രീനോ മേടിക്കാം. നോർമലി എല്ലാ പിസയിലും നമ്മൾ ബ്ലാക്ക് ഒലീവ്സ് ആണ് ഇടുക. ഇതുപോലെ പിറ്റഡ് എന്ന് എഴുതിയിട്ടുള്ള ഒലീവ്സ് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിറ്റഡ് ആകുമ്പോൾ നമുക്ക് അതിലെ സീഡ് അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, സീഡ് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പിസയ്ക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. സീഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമല്ല, ഭംഗിയിൽ നമുക്ക് ഒരേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിതിപ്പോൾ തുറന്ന് കാണിക്കാം. ഇതിങ്ങനെ അവർ സോൾട്ടിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരിക്കും കേട്ടോ, കണ്ടോ. ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതാ ഇതിലിങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും. അതായത് എൻ്റെ സീഡൊക്കെ അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് റൗണ്ടിൽ നല്ല സ്പീഡിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സീഡ് ഉള്ളത് വാങ്ങിക്കുമ്പോൾ നമുക്കതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ വാങ്ങിക്കാം. ഒലീവ്സ് ഒക്കെ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഒലീവ്സ് നിർബന്ധമായിട്ടും നമ്മുടെ പിസയിൽ ഇടുക കേട്ടോ. അത് നമുക്ക് എല്ലാ പിസയിലും നമുക്ക് ഉണ്ടാകുന്നതാണ്. ഒലീവ്സ് വളരെ ഹെൽത്തിയാണ്, കുഴപ്പമില്ല. ജലാപ്പിനെ കിട്ടുന്നുണ്ട്, മസ്റ്റായിട്ട് ഇടാം. നല്ല ടേസ്റ്റാണ് ജലാപ്പിനെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചീസ് വേണം, നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർക്കണം. പിന്നെ കുറച്ചുകൂടി ഒറിഗാനോ അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്, പിസ്സ സീസണിങ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാലും മതി. മിക്സഡ് ഹെർബ് എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് വേണം, അതായത് നമ്മുടെ ചതച്ച മുളക് അത് വേണം. പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ വേണം. ഇനി നമുക്ക് മെല്ലെ നമ്മുടെ പിസ്സ സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓവനിലല്ലാട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാം. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കടായിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പിസ്സയുടെ ഡോ നന്നായിട്ട് ഓവർ സൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു 2 പീസായിട്ട് മുറിക്കണം. ഞാനത് കുഴച്ചെടുത്തിട്ട് വരാം. 2 ഈക്വൽ സൈസിലുള്ള ബോൾസൊക്കെ 2 പിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ട്രേ കാണിച്ചു തരാം.
ഞാൻ ഈ പാത്രം ഒരു കട്ടിംഗ് ബോർഡിന് മുകളിലാണ് വെച്ചിട്ടുള്ളത്. ബിക്കോസ് നമ്മളിത് ഒരു അടിയിൽ ഹോൾസ് ഒക്കെ ഉള്ള പാത്രമായി, ഹോൾസ് ഇല്ലാത്ത പാത്രം നമുക്ക് കിട്ടും കേട്ടോ പിസ്സ ട്രേ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ കട്ടിംഗ് ബോർഡിന് മുകളിലും 5 മുകളിലും വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കാറ്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്താലും മതി, അല്ലെങ്കിൽ സ്പ്രേ ചെയ്താലും മതി. അത് നോൺ സ്റ്റിക്ക് പാൻ ആണ്, എന്നാലും നമ്മളിത്തിരി ഓയിൽ തടവിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അടി പിടിക്കൊന്നുമില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്, എന്നാലും കുറച്ച് ഓയിലൊന്ന് തടവുന്നത് നല്ലതാണ്. അപ്പം നമ്മളൊരു ബൗൾ ഒരു പീസ് നമ്മുടെ മാവയിലേക്ക് വെച്ച് ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് പരത്തിയെടുക്കുക. ആദ്യം നമ്മളിന്ന് ഇങ്ങനെ പരത്തുക, അത് കഴിഞ്ഞാൽ ഇങ്ങനെ പരത്തി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ നന്നായി പരത്തി, ഞാൻ ചപ്പാത്തി പലകയും വെച്ചിട്ട് ഒന്നുമല്ല പരത്തിയിട്ടുള്ളത്, ഇതിൽ തന്നെ വെച്ച് ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ച് ഒന്ന് വലിപ്പം വെപ്പിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ പരത്തി പോരാ. അത് നമ്മുടെ മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി നമുക്കിത് പരത്തിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ മൈദ നമുക്കിങ്ങനെ ഫോൾഡായിട്ട് വരും. എന്നിട്ട് ഇങ്ങനെ ഈ സൈഡിൽ നമ്മൾ ഈ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഒരു ഷേപ്പ് ഒരു ഷേപ്പ് വരാനായിട്ട് ഒട്ടിച്ച് വെക്കുന്നത് പോലെ അവിടെ ഇങ്ങനെ വെക്കാം. പിന്നെ റൗണ്ട് ആക്കി വെക്കാം. മൈദ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംഭവം നമുക്ക് ഈസിലി അങ്ങ് ആക്കിയെടുക്കാം. പണ്ടൊക്കെ ഞാൻ ആദ്യം ഒന്ന് ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പരത്തി സെറ്റാക്കിയിട്ടാണ് ഇതിലോട്ട് ഇടാറ്. പക്ഷേ ഇപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് എളുപ്പം. ചപ്പാത്തി പലകയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അടക്ക ആകെ പൊടിയൊക്കെ ആയി നമുക്ക് ഒരു ഇരട്ടിപ്പണിയാണത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സൗകര്യമാണ്, ഇതിൽ വെച്ചിട്ട് തന്നെ അങ്ങ് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള മാവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ ചൂടാക്കുമ്പോൾ ഇതങ്ങ് പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്നാൽ പറ്റില്ല നമ്മുടെ പിസയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക, പൊങ്ങാതിരിക്കാനായിട്ട് മാക്സിമം ഹോൾസ് ഇങ്ങനെ ഇടാം. നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഈ പിസയുടെ ഡോയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നന്നായിട്ട് ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഹെർബുകൾ നമ്മൾ നിർബന്ധമായിട്ട് ഇതിൽ ഇട്ടിരിക്കണം. എന്നാലാണ് നമുക്ക് നമ്മൾ വാങ്ങിക്കുന്ന പോലെയുള്ള പിസ കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് കുത്തി ഹോൾസ് വരുത്താം. അവർ ഈ സൈഡിലൊക്കെ ഒന്ന് കുത്തി ഹോൾ വരും, അവിടെ കട്ടി ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാം കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് നല്ല എളുപ്പമാണ്. നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കുന്ന പിസയേക്കാളും എന്തുകൊണ്ടും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ മുന്നേ കട്ട് ചെയ്ത് വെക്കുക, സോസ് ഉണ്ടാക്കി വെക്കുക. സോസ് വാങ്ങിക്കുകയാണെങ്കിൽ ആ പണി കുറയും. സോസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യുക, ഉണ്ടാക്കുക, അത്രയും ആവശ്യം. ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് ഞെട്ടിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഓവൻ വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ പാത്രം വേണമെന്നില്ല, ഒരു നല്ല സ്റ്റീലിൻ്റെ പ്ലേറ്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് മതി. ഇത് നമ്മളിതെല്ലാം നന്നായിട്ട് ഹോളിട്ട് കഴിഞ്ഞു, പൊങ്ങി വരാതിരിക്കുക. ഇനി നമുക്ക് പിസ്സ സെറ്റ് ചെയ്യാം. ആ പിസ്സയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചീസാണ് കേട്ടോ. ചീസ് നല്ലതുപോലെ ചീസ് ഇട്ടാലാണ് പിസ്സയ്ക്ക് അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പിസ്സ സോസാണ് കേട്ടോ. ആ പിസ്സ സോസ് ആദ്യം നമുക്ക് ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 പിസ്സ ഉണ്ടാക്കണം, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം സോസിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്. സോസ് നല്ല അടിപൊളി നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അല്ലാതെ നമുക്ക് ഇത്രയും ദിവസം നമുക്ക് എക്സ്പയർ ചെയ്യും പറഞ്ഞുകൊണ്ടത് വരില്ല, തിരിലടച്ച് വരുന്നതല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സോസ് കഴിക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ആ സോസിൻ്റെ ടേസ്റ്റിന് വരും. അപ്പോൾ സോസ് നമ്മൾ ചെയ്തു. ഇനി ഞാനൊരു ചീസിൻ്റെ ഷീറ്റാണ് അതിൽ വെക്കുന്നത്. ചീസിൻ്റെ ഷീറ്റല്ല, നോർമലി നമ്മളിതിൽ മൊസറില്ല ചീസാണ് വെക്കുക. അത് ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ബേസായിട്ട് ഒരു പീസ് ചീസിൻ്റെ ഷീറ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിലിടാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ ചീസ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ മൊസറില്ല ചീസ്, പിസ്സ ചീസ്, അത് നമ്മൾ ചേർക്കാം. അതൊരു ഷെഡർ ആയിട്ടുള്ള ചീസാണ്. അതായത് ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിൽ ചേർക്കാം, മൊസറില്ലയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. അതങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ചീസിൻ്റെ ഇഷ്ടം, പക്ഷേ ചീസിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ ചീസ് നല്ലതുപോലെ ഇട്ടാലാണ് പിസ്സയ്ക്ക് അതിൻ്റെതായ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുന്നത്. ഇവിടെ ഞാൻ നന്നായിട്ട് ചീസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് കൂടുന്തോറും പിസ്സയുടെ ടേസ്റ്റ് കൂടും. സൈഡിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കഴിക്കാനും ചീസ് കൂടുമ്പോഴായിരിക്കും ഇഷ്ടമുണ്ടാവുക. ഇനി അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസാണല്ലോ,
ചിക്കൻ ഇട്ട് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് 2 പീസ് ഉണ്ടാക്കണം. ആ ഓർമ്മയിൽ വേണം ചിക്കൻ എടുക്കാനായിട്ട്. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാ ചിക്കനും കൂടി ഒറ്റ പീസിൽ തന്നെ ഇടരുത്. അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ വെജിറ്റബിൾസ് എടുക്കാം. വെജിറ്റബിൾസ് ഇതിൻ്റെ ഇടയിൽ കൂടെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗ്രീൻ ക്യാപ്സിക്കം വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, യെല്ലോ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ജലാപ്പിന നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അത് കിട്ടിയ മിസ്സാക്കരുത്. ഒരുവിധ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ പുളി അധികം ഇഷ്ടമില്ലാത്ത ആളുകൾ ജലാപ്പിന യൂസ് ചെയ്യണ്ട കേട്ടോ. ജലാപ്പിന പിക്കിളാണ്, അത് നമ്മൾ ഉപ്പിലിട്ടിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്, പക്ഷെ എൻ്റെ കഴിഞ്ഞിരിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം. സബോളയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒലീവ്സ് ഒരിക്കലും മിസ്സാക്കരുത്. ഒലീവ്സ് എന്തായാലും പിസയിൽ മസ്റ്റായിട്ട് ഇടണം കേട്ടോ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ഒലീവ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കിട്ടാനായിട്ട്. ഈ സബോള വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ ഒലീവ്സ് ഇട്ട് കൊടുക്കുക. പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഉണ്ടാക്കി 2 മിനിറ്റ് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ പേഴ്സണലി എനിക്ക് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണ്. എന്നിട്ടാണ് ഞാനത് ബേക്ക് ചെയ്യാൻ വെക്കാറുള്ളൂ. ഇതിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മുകളിൽ കുറച്ചും കൂടി ചീസ് സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ കാണാൻ നോക്കുക. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നമ്മുടെ പിസ്സ. ഇനി മുകളിൽ നന്നായിട്ട് ചീസ് ഇതിൻ്റെ ഒക്കെ മുകളിൽ കവർ ചെയ്യുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ചിക്കൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ചീസോട് കൂടി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീസൊക്കെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ഇതിൽ നമുക്ക് അൺഹെൽത്തി ആയിട്ട് വരുന്ന ഒരേ ഒരു സംഭവം ഈസ്റ്റും നമ്മുടെ മൈദയൊക്കെയാണ് കേട്ടോ. ബാക്കി ഒന്നും അൺഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളിതിൽ ചേർത്തിട്ടില്ല. സോസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതും ധൈര്യമായിട്ട് കൊടുക്കാം കുട്ടികൾക്ക്. ഇതിലാകെ നമുക്ക് അൺഹെൽത്തി വരുന്നത് മൈദ, ഈസ്റ്റ്. പിന്നെ ഷുഗറൊക്കെ ആകെ ഒരു സ്പൂണല്ലേ ഉള്ളൂ. അത് ഞാൻ ബ്രൗൺ കളറിലുള്ള ഷുഗറാണ് ഇട്ടിട്ടുള്ളത്, വൈറ്റ് അല്ല. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഏത് കളർ ഷുഗർ വേണമെങ്കിലും ഇടാം. ഞാനിവിടെ വൈറ്റ് ഷുഗർ അധികം യൂസ് ചെയ്യാറില്ല, അപ്പോൾ അതുകൊണ്ടാണ് ബ്രൗൺ ഷുഗർ ഇട്ടത്. ഇനി ചീസ് ആവാത്ത സൈഡിലോട്ടൊക്കെ ചീസ് ആക്കി കൊടുക്കുക. ഇതിൽ ചീസാണ് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിലിടുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ വീട്ടിൽ അഫോർഡബിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് എന്നാലും വാങ്ങിക്കുമ്പോൾ പിസയ്ക്ക് ഭയങ്കര റേറ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, അത്രയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഹാപ്പി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടി സംഭവങ്ങൾ ചേർക്കണം. ഇനി നമുക്ക് മറക്കാതെ ചേർക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് മറന്നിട്ട് പിസ ബേക്ക് ചെയ്യാൻ വെക്കരുത് കേട്ടോ. കുറച്ച് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് അതിന് മുകളിലൊന്നും അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചിട്ടാൽ മതി, കുറച്ചിടുന്നുള്ളൂ. ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് കൊടുക്കുക, അത്ര മതി. ഒരു 1/4 ടീസ്പൂൺ. നമ്മുടെ കയ്യിൽ കാശ്മീർ റെഡ് ചില്ലി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് ഒറിഗാനോ. ഇത് മസ്റ്റായിട്ട് നിങ്ങളിതിൻ്റെ മുകളിൽ വെതറണം കേട്ടോ. അപ്പോഴാണ് ഇത് പിസ്സ അങ്ങനെ ബേക്കായി വരുമ്പോൾ നല്ലൊരു പിസ്സയുടെ സ്മെല്ല് നമ്മുടെ വീട്ടിൽ മൊത്തം അങ്ങ് വരുള്ളൂ. അപ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും. ആ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ ആ ബേക്കായി വരുന്ന മണം. ഇനി നമ്മൾ ചേർക്കുന്നത് ഇതോടെ നിർത്താം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ കുറച്ച് മിക്സഡ് ഹെർബും കൂടി ചേർക്കുന്നുണ്ട്. എനിക്കിതിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പിസ്സ സീസണിങ് എന്ന് പറഞ്ഞിട്ട് കിട്ടും, അത് നല്ല അടിപൊളി സാധനമാണ്. അത് ഏകദേശം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ പിസ്സ സീസണിങ് ആകുമ്പോൾ അതിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലിയൊക്കെ ഉണ്ടാവും. അത് ഓരോ സ്ഥലത്ത് കിട്ടുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ തുമ്പത്തേക്ക് നീങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അത് പക്കത്തായിട്ട് വരും കേട്ടോ. ചീസ് മെൽറ്റായിട്ട് വരുമ്പോൾ അതൊക്കെ അകത്തോട്ടൊക്കെ ഇട്ട് വയ്ക്കുക. ഇനി നമുക്ക് വേറൊരു സംഭവം നമ്മൾ മസ്റ്റായിട്ട് ചേർക്കേണ്ടത് കുറച്ച് ഓയിൽ, അതായത് നമ്മുടെ ഒലീവ് ഓയിൽ ഇതിന് മുകളിലൊന്ന് ഒഴിക്കുക. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. മറ്റേ ഓയിലാണെങ്കിൽ അങ്ങനെ ഒഴിക്കേണ്ട. ഞാൻ ഒലീവ് ഓയിൽ ആയതുകൊണ്ടാണ് ഒഴിക്കുന്നത്. ഒലീവ് ഓയിൽ എപ്പോഴും പിസ്സയ്ക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ, ഒലീവ് ഓയിൽ. അപ്പോൾ നമ്മളൊരു പിസ്സ സെറ്റ് ചെയ്തു. ഇനി ഞാൻ അടുത്ത പിസ്സയും കൂടി സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ 2 പീസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തന്നു നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി കുറച്ച് സോസ് ഉണ്ടായിരുന്നത് ഇതേ അതിൻ്റെ മുകളിൽ എങ്ങനെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവസാനം സോസ് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സോസ് തികയില്ല. ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കടായി പ്രീ ഹീറ്റ് ചെയ്യുക. ഓവനുള്ളവർ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുത്താൽ മതി. പക്ഷേ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ വേവില്ല.
അതിലിപ്പോൾ പിസയുടെ ആ ഒരു ബേസ് മാത്രം വെന്താൽ മതി, ബാക്കിയെല്ലാം വെന്തിട്ടുള്ളതാണ്. പിന്നെ വെജിറ്റബിൾസ് ഇപ്പോൾ വെന്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയല്ലോ. ചീസ് ഒന്ന് മെൽറ്റ് ആവണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ആദ്യം നമുക്ക് നമ്മുടെ കടായി പ്രീ ഹീറ്റ് ചെയ്യാം. ഞാനിത് നമ്മുടെ ഓവൻ സെറ്റപ്പൊക്കെ 2 ഒരുപോലെ ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെക്കുമ്പോൾ മറക്കാതെ ഇതിൻ്റെ ഹോൾസ് നമ്മൾ എന്തെങ്കിലും വെച്ച് അടയ്ക്കുക. ഒന്നെങ്കിൽ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പറോ എന്തെങ്കിലും വെച്ച് അടച്ചാൽ മതി. നമ്മൾ കേക്കൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 കടായിസാണ്, അതിലാണ് വെച്ചിട്ട്. അപ്പോൾ 2 പിസ്സ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ 2 പിസ്സ സുഖമായിട്ട് നമുക്കിതിൽ ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ 2 പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സൗകര്യമാണ്. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്തതിനു ശേഷം നമുക്കിത് വെച്ചിട്ട് കാണാം. ഇതാ ഇപ്പം ഞാൻ നമ്മുടെ പിസ്സ അതിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, 2ലും പിസ്സ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഓരോന്നോരോന്നായിട്ട് ക്ലോസ് ചെയ്യാം. ഇത് അടച്ചു, അതിൻ്റെ കൂടെ തന്നെ ഇതും അടച്ചു. ഇനി നമ്മുടെ 2 പിസയും ഒരേ സമയം തന്നെ ആവും. ഇനി നമ്മുടെ ഫ്ലെയിം ഇപ്പം ഞാൻ നന്നായി കുറച്ചിട്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് നമുക്കൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. 15 മിനിറ്റ്സ് മാക്സിമം ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്തത് വീഡിയോ എടുക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തതാണ്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നമുക്ക് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ പുറത്തെടുക്കുക, നമ്മൾ മെല്ലെ സൂക്ഷിച്ചെടുക്കുക. എന്തെങ്കിലും വെച്ച് ലിഫ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നമ്മുടെ പിസ്സ 2ഉം റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ചീസ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇതിരി ചൂടോട് കൂടിയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയുക. അപ്പോൾ നമുക്കിത് മെല്ലെ പിസ്സ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പിസ്സ കട്ടർ വെച്ചിട്ട് മെല്ലെ ഇത് കട്ട് ചെയ്തെടുക്കുക. പിസ്സ കട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നല്ലൊരു വലിയൊരു കത്തി വെച്ച് കട്ട് ചെയ്ത് ജസ്റ്റ് നമ്മുടെ ഒരു നൈഫ് കത്രിക എന്തെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, കുഴപ്പമില്ല. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം.